നിങ്ങളെ കയ്യിലുള്ള എന്താ ഈ സാധനം? ഇത് പ്രമേഹത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇത് എത്ര കുടിച്ചാലും കിഡ്നി അടിച്ചു പോയില്ല. 100% ഉറപ്പാണ്. കാരണം വേറെ ആര്യപ്പ് തോനെ കുടിച്ചാൽ കിഡ്നി അടിച്ചു പോകും. അരിയപ്പ് കൂടുതൽ കുടിച്ചാൽ കിഡ്നി അടിച്ചു പോകും. അതിനൊക്കെ ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അതിലൊരു ചന്തയിൽ ആളുകാരുണ്ടല്ലോ ഒരു കറുത്ത വള്ളി വെക്കുന്നത്, അതും കിഡ്നി അടിച്ചു പോകും. കിഡ്നി അടിച്ചു പോലെ. ആര്യപ്പ് നല്ല മരുന്നാണ്. ആര്യപ്പ് ഒരു 3 ദിവസം 5 ദിവസം ഒക്കെ പ്രസവിച്ചവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു കേടില്ല. ഇതിപ്പോ തന്നെ മൂത്രക്കല്ലിന് കുടിച്ചാൽ മരുന്ന് എത്ര കുടിച്ചാലും കേടില്ല. ഇനി മൂത്രക്കല്ല് പാത്തലിന് വലിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ വരികയാണെങ്കിൽ ആ മരുന്ന് കുടിച്ചാൽ അതാണ് ക്ലിയർ ആവും. മൂത്രക്കല്ല് മാത്രമല്ല. ഇതിപ്പോ എന്തിനു ഉപയോഗിക്കാനാണ് മെയിനായിട്ട്? ഇത് പിന്നെ മെയിനായിട്ട് പ്രമേഹത്തിനാണ് ആൾക്കാർ. പ്രമേഹത്തിന് ഷുഗറിനല്ലേ? ഇതെങ്ങനെയാണ് ഇതിന്റെ പുറത്തൊരു വെള്ളത്തൂരുണ്ട്, അതുകൊണ്ട് പൊളിച്ച് ഒഴിവാക്കണം. എന്നിട്ട് ചതുക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് രാവിലെ കുടിക്കാനുള്ളത് വൈകുന്നേരം ഇടുക, വൈകുന്നേരം കുടിക്കാനുള്ളത് രാവിലെ ഇടുക. അങ്ങനെയാണ് കുടിച്ചുമ്പോൾ ഇതാണ് ആ സംഭവം അല്ലേ? അതെ അതെ. ഈ ഒരു ഇതില്ലേ? ശരിക്കും പ്രമേഹത്തിന് ഏറ്റവും നല്ല ഉത്തമം തന്നെയാണ് അല്ലേ? ഇതിങ്ങനെ ഉണങ്ങി, ഇത് കാണുമ്പോ ഉണക്കം മാത്രം, ഉള്ളില് പച്ചയാണല്ലേ? ഞാനത് സാധനം കണ്ട് കാരണം കാണിച്ചു തരാം. അപ്പൊ അതിങ്ങനെ ഞാൻ ആ ഒരു ഭാഗം ഒന്ന് എന്താണ് പൊട്ടിച്ചു നോക്കിയാണ്. അപ്പൊ ഉണങ്ങിയ ഭാഗത്ത് നോക്കിയപ്പോ അതിന്റെ ഉൾഭാഗത്തായിട്ട് പച്ച കാണാൻ പറ്റൂട്ടോ. അപ്പൊ ഇതാണ് സംഭവം അല്ലേ? ഇത് പ്രമേഹ രോഗികൾക്കൊക്കെ ഏറ്റവും നല്ല ഗുണാണല്ലേ? ഇത് എങ്ങനെയാണ് ഇതിന്റെ കഴിക്കലൊക്കെ എങ്ങനെയാണ്? അപ്പൊ കഴിക്കല് ഒരു വിരലിന്റെ നീളത്തിലൊരു കഷ്ണം മുറിച്ചെടുക്കുക. എന്നിട്ട് അതിന്റെ പുറത്തുനിന്ന് ആ തോല് ഒഴിവാക്കിയിട്ട് ചതുക്കിയിട്ട് വെള്ളത്തിലിടുക. രാവിലെ കുടിക്കാനുള്ളത് വൈകുന്നേരം ഇടുക, വൈകുന്നേരം കുടിക്കാനുള്ളത് രാവിലെ ഇടുക. വെള്ളം എടുത്തിട്ട് അതിന് നല്ല തിരുമ്പി തിളപ്പിച്ച വെള്ളം അങ്ങനെ എന്തെങ്കിലും? അല്ല, പച്ചവെള്ളത്തിലിട്ടാ. രാവിലെ എത്ര നേരമായിട്ട് ഇത്? 2 നേരം. രാവിലെ വെറുമ്പാറ്റിലും കുടിക്കുക, രാത്രി ചോറിന് കിടക്കാൻ നേരത്തും കുടിച്ചാൽ മതി. എന്തായാലും ഇതിനൊരു റിസൾട്ട് കാണാതെ കിട്ടും. റിസൾട്ട് എന്തായാലും കാണൂലേ? കുടിച്ചാലൊക്കെ അനുഭവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് തന്നെ. എനിക്ക് പ്രമേഹവും ഇല്ല, പ്രഷറും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഇത്ര വയസ്സായിട്ട് 82 വയസ്സ്, 83 വയസ്സായിട്ടില്ലേ? അസുഖങ്ങൾ തൊട്ട് ദൈവം കാത്തു രക്ഷിക്കുന്നുണ്ട്. നിങ്ങള് ചെറുപ്പം മുതൽ എങ്ങനത്തെ ഈ ഒരു മരുന്നുകൾ കർഷകനായിട്ട് പോന്നു. ഇതിന്റെ എനിക്ക് ഒരു ഏതാണ്ട് ഒരു 50 വയസ്സിന്റെ സമയമായപ്പോ എനിക്ക് ഭർത്താവിനും പറഞ്ഞിട്ട് ചുണ്ടിനൊരു ഇങ്ങനെ ഒരു മണ്ടല്, ചുണ്ട് വണ്ടിയിട്ട് പല്ലാണ്ട് കടിക്കും, ചുണ്ടിന് കടിക്കും. അപ്പൊ തെയ്യംകുട്ടി വൈദ്യര് പറഞ്ഞൊരു വൈദ്യരുണ്ട്, മൂപ്പരടുത്ത് പോയി. മൂപ്പര് അതിന് മരുന്ന് ചെയ്ത് തന്നു, കുത്തുമരുന്ന് തന്നു. അപ്പം ഞാൻ മരുന്ന് തരുന്ന ആളോട് ഞാൻ പറഞ്ഞു, നമ്മളൊരു 3 പൊതി മരുന്ന് അതിക്ക് വെച്ചാടി അറിഞ്ഞു. കഷായം കൂടാതെ അതിക്ക് രണ്ടാമത് അതിക്ക് മേപ്പൊടി കൂട്ടുന്ന മരുന്ന് അതിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. മൂപ്പരത് വെച്ച്. അപ്പോൾ ആദ്യം ആ കഷായം കുടിച്ചതിന് ശേഷം അതേ കഷായത്തേക്ക് തിളച്ച വെള്ളം പറഞ്ഞുകൊണ്ട് വീണ്ടും ഉണ്ടാക്കി. അപ്പം അങ്ങനെ 2 ആഴ്ച കുടിച്ച്. അങ്ങനെ 4 ആഴ്ച ഞാൻ ആ മരുന്ന് കുടിച്ച്. എനിക്ക് ആ സോക്കട് പിന്നെ ഉണ്ടായിട്ടുമില്ല. ഏത് നമ്മളൊരു കഷായം മരുന്ന് പിടിയിൽ നിന്ന് കൊടുത്താലും ആദ്യം വെക്കുന്നതാണ്ട് കുടിച്ചിട്ട് നമ്മൾ പിറ്റേന്നാണ്ട് പുറത്ത് കേട്ടില്ല. അത് വൈദ്യന്മാർ പറഞ്ഞു കൊടുക്കില്ല. അതേ മരുന്ന് തന്നെ 2-3 വട്ടം തിളച്ച്, പിന്നെ എനിക്ക് പച്ചവെള്ളം കൂട്ടാതെ തിളച്ച വെള്ളം പറഞ്ഞ് കുടിച്ചാണെങ്കിലോ ആ മരുന്ന് തന്നെ മതി ആ രോഗത്തിന് മാറ്റം വരാൻ. നമ്മൾ ഏതും ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ അനുഭവിച്ചതല്ലാതെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കലില്ല. നമ്മൾ അനുഭവിച്ചത് നമ്മളോട് ഗുരുനാഥന്മാർ പഠിപ്പിച്ചു തന്നതേ പറഞ്ഞു കൊടുക്കലുള്ളൂ, അല്ലാതെ ഞാൻ പറയാൻ നിൽക്കലില്ല. നമുക്കറിയാത്ത അപ്പോൾ ഏതെങ്കിലും ഒരു മരുന്ന് കുടിക്കുകയാണെങ്കിൽ ഇന്നൊരു മരുന്നുണ്ട്, നിങ്ങൾ കുടിച്ചു നോക്കി. പറഞ്ഞ എനിക്കും ഗ്യാരണ്ടി ഇല്ല, കുടിച്ചതിന് നിങ്ങൾക്കും ഗ്യാരണ്ടി ഇല്ല, മരുന്നിന് ഗ്യാരണ്ടി ഉണ്ട് എന്ന് പറയും. ആ മരുന്നിന് ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കിയാലും അതിനൊരു ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളെ മനുഷ്യന് ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ നമ്മളെ രോഗത്തിന് പടച്ചോൻ കണക്കാക്കി തന്നെ മരുന്ന്. പണ്ട് കാലങ്ങളിൽ ആളുകളൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു മരുന്ന്. ഇപ്പൊ എന്റെ അഭിപ്രായത്തില് എന്താ പറയാ, പച്ചമരുന്ന് എന്ന സംഭവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആളുകൾ ഉപയോഗിച്ച് വരുന്ന സംഭവമാണല്ലോ അല്ലെ? അതുകൊണ്ടാണ് നമ്മളെ എന്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇന്നും ആളുകൾക്ക് കൂടുതൽ അത് ശ്രമിച്ചു നോക്കാന്നൊക്കെയുള്ളതല്ലേ? അതെ. ഇപ്പോൾ കണ്ണില് മുറി വന്നാൽ കൂടുതൽ ആളുകളാണ് തൊടുക്ക് പോകും. എന്നിട്ട് ഒരു പച്ചേല എടുത്തു കൊടുത്തിട്ട് പിഞ്ഞിട്ട് കണ്ണിന് ഒറ്റിച്ചു തരും. കണ്ണിൻ്റെ ഉള്ളിൽ ആ മുറി വരാണ്ട് ഉണങ്ങി പോവാണ്. കൂടുതൽ ആളുകൾ ആ മരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂല. പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തെങ്കിലേ നാളെ പിറ്റേന്ന് നമ്മളാണ്ട് പോയാലും വേറെ ആൾക്ക് കിട്ടുള്ളൂ. അതിന്റെ മരുന്ന് ഇറ്റിച്ചോളി എന്ന് പറഞ്ഞു കൊടുക്കും. അത് സംഭവം ആളുകൾക്ക് നമ്മളോട് മക്കൾക്ക് പറഞ്ഞു കൊടുത്താലും മതിയല്ലോ. ഉണ്ട്. എന്റെ കുട്ടികൾക്ക് ഏതാണ് കുട്ടികൾക്കൊക്കെ അറിയും. അപ്പം അങ്ങനെ
പക്ഷേ ഇന്ന് പണ്ട് കാലങ്ങളിലെ ആളുകൾ ചെങ്ങൻ വന്നാൽ ഇന്നത് ഉറ്റിക്കണം, അതിലൊരു പിന്നെ ഓരോ രോഗത്തിനനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നമുക്ക് ഓരോ അസുഖത്തിനനുസരിച്ചുള്ള ഓരോ മരുന്നുകൾ ഉണ്ടാവൂലേ? ഉണ്ടാവും. ഉണ്ടാവൂലേ? എന്തായാലും ഫലം കാണാതെ കൂല ഇല്ലേ? അല്ലേ? ഷുഗറിനൊക്കെ ഏറ്റവും ഉത്തമമാണല്ലേ ഈ സാധനം. ഇത് കഴിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ പറഞ്ഞ ഒരു ചെറിയൊരു കഷ്ണം അതിന്റെ ഒരു വേര് കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളച്ച വെള്ളമോ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഈ പുറത്തെ തോല് ഒഴിവാക്കിയിട്ട് വെള്ളത്തിൽ. തോലി ആയാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ തോല് വയറ്റുന്നോക്കിന് പ്രശ്നം വരും. വയറ്റുന്നോക്കിന് ഫുള്ളായിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം ഉപയോഗിക്കാനല്ലേ? ആക്കളല്ല, ഈ പുറത്തൊരു വെള്ളത്തോല് ഇതാണ് ഇങ്ങനെയാണ് പൊട്ടിച്ചാൽ തന്നെ ചിന്തയാണ് പോരും. തന്നെ ചെറിയ നൈസ് തോല അത് ഒഴിവാക്കിയിട്ട് ആ പച്ച ചതുക്കി നല്ല ചതുക്കിയിട്ട് വെള്ളത്തിലിട്ടെ. അത് കുടിക്കാൻ നേരത്തെ എന്ത് ചെയ്യാവുന്ന നല്ല കൈയൊന്ന് തിരുമ്പിണ്ട് അതിന് സത്വമയമായി അതിൻ്റെ ശേഷം ആ വെള്ളമാണ് കുടിക്കുക. കുടിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ചെല്ലി പറഞ്ഞ് കുടിച്ചാണ്ട് അങ്ങനെ ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. കുടിച്ചു കഴിഞ്ഞാൽ പരിഹാരം തന്നെയാണ്. അതായത് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതായത് നമുക്ക് ശരീരത്തിന് വേറൊരു കറുത്ത വെള്ളി ഉണ്ടല്ലോ വെക്കുന്നത് പുറമേത്തിന്. ഞാൻ ഈ സമയം വരെ വിറ്റിട്ടില്ല. ഞാൻ വിറ്റിട്ടില്ല. അതിന്റെ കാരണം നമുക്ക് കായ്ച്ചാൽ പോരല്ലോ. ആളുകൾക്ക് ദിവസം ചെയ്യുന്ന കച്ചവടം ചെയ്തുകൊണ്ട് നമുക്ക് തന്നെ കായിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ മുക്കാറ്. എത്രയോ ആളുകൾ എനിക്ക് കെട്ടിക്കണക്കിന് കൊടുന്നേരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്നറിയില്ല. ഞാൻ ഇന്നേരം വിറ്റിട്ടില്ല. ഇത് മുക്കലുണ്ട്. നിങ്ങൾക്ക് പരിചയമാണ്. അതായത് നിങ്ങൾ വർഷങ്ങളോളായി ഈ ഒരു പച്ചമരുന്നിന്റെ ഫീൽഡിലാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ ഏതൊക്കെ മരുന്ന് ഒരാൾക്ക് സൈഡ് എഫക്ട്. ഞാൻ കാരണം ഒരാൾക്ക് ബുദ്ധിമുട്ടുന്ന അതുകൊണ്ടാവും നിങ്ങൾ ഇപ്പൊ എടുക്കാത്തത് ഞാൻ മനസ്സിലാക്കണേ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു കച്ചവടത്തിന് ഒരു ചിന്താഗതിയുള്ള ആളാണെങ്കിൽ നിങ്ങൾ ഏത് സാധനത്തിൽ നിങ്ങൾ എങ്ങനെയും കച്ചവടം കൂട്ടാന്നുള്ളൊരു കാര്യമില്ല. അങ്ങനെ കാര്യമില്ല. അത് തീർച്ചയായിട്ടും അതന്നെ. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു വർഷമായിട്ടും കാരണം തേടിയിട്ട് ആളുകൾ ഒരുപാട് ആൾക്കാർ വിളിക്കലും കാണാൻ വരലൊക്കെ ഉണ്ടല്ലേ. ഓരോ അസുഖത്തിനും മരുന്നുകൾ എങ്ങനെ അതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനിരിക്കാനൊക്കെ അല്ലേ. എന്നാലും വളരെ സന്തോഷം തന്നെ. ആളുകൾക്ക് ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ സന്തോഷം തിരിച്ചു പോകുന്നത് നല്ല സംതൃപ്തിയോടെ തന്നെ അല്ലേ അല്ലേ? നല്ല രീതിയിൽ കഴിയും അല്ലേ? മാറി എന്ന് പറഞ്ഞിട്ടുള്ള കൂടുതൽ ആളുകളും 99% ആളുകളും മാറി എന്ന് പറഞ്ഞിട്ട് തന്നെ ആളുകൾ തിരിച്ചു പോകുന്നതും അല്ലേ. അതന്നെ വലിയൊരു സമ്പാദ്യമാണല്ലോ അല്ലേ ദൈവത്തിൽ നിന്ന്. തീർച്ചയായിട്ടും അല്ലേ. ഇത് നമുക്കിനിപ്പോ ആളുകളൊക്കെ ഓർഡർ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൊറിയർ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം നമുക്ക് അല്ലേ. അതിനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എന്താണ് അതിന് കൊടുക്കാനുള്ള എന്താ വെച്ചാൽ അതിനുള്ള എമൗണ്ട് എന്താ വെച്ചാൽ ഗൂഗിൾ പേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് തന്നൂടെ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് ഈ സാധനം അവർക്ക് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കല്ലേ. കൊറിയറിന്റെ ചാർജ് ഉണ്ടാവൂലേ? ചെറിയ ചാർജ് ഉണ്ടാവും. ഇപ്പോ ശരിയാണ്. ഇതിന് തുച്ഛമായ പൈസ തീർച്ചയായിട്ടും ഇതിനൊരു തുച്ഛമായിട്ട് പൈസ എടുക്കണമെങ്കിൽ ഇപ്പോ അതിനൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇനിയിപ്പോ 82 വയസ്സായില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇക്കാനെ ആളുകൾ നിങ്ങൾ ഈ ഷുഗർ പേഷ്യന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇക്കാനായിട്ട് ബന്ധപ്പെടുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് പ്രമേഹത്തിന് ഏറ്റവും നല്ല കണ്ടു പറിച്ചെടുക്കാലോ. തീർച്ചയായിട്ടും. ഇതൊക്കെ ശരിക്കും എന്താ പറയാ നമ്മളൊക്കെ വീടിന്റെ അടുത്തുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. നമ്മൾ സംഭവം എന്താണെന്ന് അറിയത്തുണ്ടാവില്ല അല്ലേ. അങ്ങനെ സംഭവം ഏറ്റവും വലിയതല്ലേ. പക്ഷെ ഇത് കുടിച്ചാൽ എന്തായാലും ഫലം ഉറപ്പാണല്ലേ. ഫലം കാണാതിരിക്കില്ല. അപ്പൊ എന്തായാലും ഇക്കാന്റെ ഈ ഒരു മെഡിസിൻ അതായത് ഷുഗർ സംബന്ധമായിട്ടുള്ള അസുഖത്തിലുള്ള ആളുകളൊക്കെ ഇക്കാനായിട്ട് ബന്ധപ്പെടുക. കാരണം ഇത് ഞാനൊരു പാട്ടായിട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടാണെങ്കിൽ ഓരോ അസുഖങ്ങൾക്കുള്ള ഓരോ മരുന്നുകൾ ഇതുപോലെയുള്ള വൈദ്യന്മാർ പറഞ്ഞു തരുന്ന ആളുകൾ വളരെ ദുർലഭമാണ് ഉണ്ടാവുക അല്ലേ. കാരണം വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു എന്താ പറയാ ഈ പറയാതെ ലീസ്റ്റ് ചെയ്തു ഇന്നമാതിരി ചെയ്തോളിന്ന് അറിയില്ല. അത് നമ്മൾ പെരി കൊടുന്ന് തിളപ്പിച്ച് ഉണ്ടാക്കി ആ ചാണ്ടി വിറ്റിയെന്ന് പുറത്ത് കണ്ടിട്ട്. പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കാത്തോണ്ടല്ല ആളുകൾ ഇത് തലമുറ കൈമാറി പോകത്ത്. ഇത് നശിച്ചു പോണു അല്ലേ. അങ്ങനെ തന്നെ പറയല്ലേ. പിന്നെ തീർച്ചയായിട്ടും ഒരു മരുന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ നാളെ പിറ്റേന്ന് വേറെ പഠിച്ചണ്ടേ. എന്നും ഇപ്പൊ ഈ പറഞ്ഞു കൊടുക്കണ ഞാൻ ഉണ്ടാവില്ലോ. തീർച്ചയായിട്ടും വേറെ ആള് പഠിച്ചെങ്കിലല്ലേ വേറെ ആൾക്ക് പറയുന്നു. ഒന്നും വേണ്ട, അവന്റെ പെരിയിൽ തന്നെ കുട്ടിയൊക്കെ അവൻ എടുത്തു കൊടുക്കാലോ. അല്ലെങ്കിൽ ഓലെ പെരിയിൽ തന്നെ പഠിച്ചാലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സൗകര്യം അതുണ്ടാവുകയാണെങ്കിൽ സൗകര്യമാണ്. ഈ ശ്വാസം മുട്ടിനുള്ളത് ഇന്ന മരുന്നാണ് എന്നോട് പറയും നിങ്ങൾ അയച്ചു തരിക അറിയാം. അപ്പൊ അയച്ചു വന്ന ഇതിലൊരു കണ്ട് നിങ്ങൾ എടുത്തോളി അറിയും, അല്ലെങ്കിൽ എടുപ്പിച്ചോളി അറിയും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇക്കാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആളുകൾ ആവശ്യമുള്ളവർ ഇക്കാനായിട്ട് ബന്ധപ്പെട്ടിട്ട് അനുയോജ്യമായ അസുഖങ്ങൾക്ക് അനുയോജ്യമായ മരുന്നുകൾ ഇക്കാനായിട്ട് ബന്ധപ്പെട്ട് വാങ്ങാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.